ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോണേ? നമ്മൾ മുള്ളൂർക്കരയിലുള്ള ഇരുനിലങ്ങളോടപ്പൻ ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ശിവഭഗവാനാണ് അവിടെ പ്രതിഷ്ഠ. ഒരു പ്രത്യേക ക്ഷേത്രമാണ്. കണ്ടമാനം പാറകളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നല്ലൊരു ഗുഹാക്ഷേത്രം വേണമെന്ന് പറയാം. അപ്പോൾ സ്വയംഭൂവായോ എന്താണെന്നറിയില്ല, പാറ കൊത്തി ഉണ്ടാക്കിയുള്ളൊരു ബിംബമാണ് നമ്മൾ തൊഴാൻ നിൽക്കുമ്പോൾ കണ്ടിട്ടുള്ളത്. ഞാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ ഞാനും ഭാര്യയും കൂടിയിട്ട്. അപ്പോൾ അതൊരു 10-20 വർഷം അത്ര അതിൻ്റെ ഏകദേശം 10-12 വർഷത്തോളം ആയിട്ടുണ്ടാവും. അപ്പോൾ അന്ന് പിന്നെ നമ്മൾ പോയി. അതിന് ശേഷം കുട്ടികളെ ആയപ്പോൾ കുട്ടികളും കൊണ്ട് പോകണം കുറേ കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് 3 എല്ലാവർക്കും. ഞാനിന്ന് ലീവ് എടുത്തു. ഇതിനു വേണ്ടി നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രം എത്തി. ക്ഷേത്രപ്പറമ്പിലേക്ക് നമ്മൾ കാറ് തിരിക്കുകയാണ്. കണ്ടില്ലേ, മഹാദേവ ക്ഷേത്രം, ശിവക്ഷേത്രം. അവിടെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാൻ. അതും ദക്ഷിണാമൂർത്തിൻ്റെ ശരിക്ക് തെക്കോട്ട് ആണ് ദർശനം നൽകി നിൽക്കുന്നതാണ്. തുടർന്ന് അതൊരു പ്രത്യേക ഒരു പാറ ാണ് ഒരു ക്ഷേത്രപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹ പോലെയാണ്. ആ ഗുഹയിൽ ശിവഭഗവാനെ കൊത്തി ഉണ്ടാക്കിയുള്ള സ്വയംഭൂവാണെന്ന് നമുക്ക് അറിയില്ല, അത്ര വ്യക്തമായിട്ടില്ല. പിന്നെ ചരിത്രം പറയുന്നത് ഇത് പഴയ കാലത്തെ ചരിത്രമാണ്. 100-400 വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇതിന് ചുറ്റും മലകളാണ്. ആ മലകൾ ചുറ്റും കണ്ടില്ലേ, അതന്നെ മലകളാണ്. ഇതാണ് ക്ഷേത്രം. അതായത് ഈ മലകൾ കയറിയിട്ട് നമുക്ക് ശ്രീമൂലസ്ഥാനത്തേക്ക് എത്താൻ പറ്റും. അത് പറ്റും. അത് നല്ലൊരു സാഹസിക യാത്ര തന്നെയാട്ടാ. അതുപോലെ അതിന്റെ ഇടയ്ക്ക് അമ്മ വീണു. പിന്നെ തിരിച്ചിറങ്ങുമ്പോഴാണ് അമ്മ ഷിജി വീണത്. കാരണം പോയ പോലെ നമ്മൾ കയറിയ സ്ഥലത്തൂടെ തിരിച്ചിറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ അവിടെ വഴിപാട് കൗണ്ടറിൽ നിൽക്കുകയാണ് വഴിപാട് ചെയ്യാൻ. ഇവിടെ കാലുമ്മ എന്താ അണിരോഗമൊക്കെ ഉണ്ടെങ്കിൽ പപ്പടം ചവിട്ടിയിട്ട്, അതുപോലെ മുടി വളരാനായിട്ട് ചൂല് വഴിപാട്. അത് പ്രത്യേകത ഉള്ളൊരു ക്ഷേത്രമാണ്. ഇപ്പൊ നമ്മള് മല കയറാനായിട്ട്, മലയല്ല പാറക്കെട്ടുകളുടെ മുകളിൽ കയറാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൈഡിലൊരു ചെറിയൊരു അരുവി തന്നെയാണ്. പിന്നെ ഇതിനെ തൊട്ട് താഴെ, അമ്പലത്തിന് തൊട്ട് താഴെയാണ് ഭഗവതി ക്ഷേത്രം ഉണ്ട്. അവിടെ ഇഷ്ടപ്പെട്ട കാര്യസാധിക്ക് പ്രത്യേകത ഒരു പൂമൂടൽ ഒരു വഴിപാടുണ്ട്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും. ഇത്രയും ശക്തിയുള്ളവരുണ്ട്. അപ്പം നമ്മൾ പാറ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പാറ കയറാൻ വളരെ സിമ്പിളായിട്ട്, പക്ഷെ താഴോട്ട് നോക്കുമ്പോൾ ചെറിയൊരു പേടി തോന്നും. അപ്പം നമ്മൾ പരമാവധി താഴോട്ട് നോക്കാണ്ട് കയറുക. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടാണ്. പക്ഷെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പൂമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പാറയാണ് ഇതുപോലെ. പക്ഷെ അതിൻ്റെ മുകളിലായിട്ടും സൗകര്യപ്രദമായിട്ട് ഇത് കയറാൻ പറ്റും. ഇവിടെ ഒരു പിടുത്തമൊന്നുമില്ല. ചെപ്പാറയിലെന്നാൽ ഒരു സ്ഥലം ഹാൻഡിൽ വെച്ചിട്ടുണ്ട് ആൾക്കാർ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടാ. ഇതിപ്പോ എനിക്ക് ഒരു ചെറിയൊരു പേടി പോലെ തോന്നിട്ട് എന്നെ അച്ഛൻ കൈ പിടിച്ച് കൊണ്ടുവരികയാണ്. ഇതാണ് അവിടുത്തെ മുകളിലത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇത് മുകളിലല്ല, ഇത് ശരിക്ക് ഗവൺമെന്റിന്റെ ഒരു കാടിന്റെ അതിർത്തിയിൽ ഗവൺമെന്റ് കുറ്റികൾ വെച്ചിട്ടുണ്ടാവും, സിമെന്റ് ഉണ്ട്. അതാണ് ഈ കാണുന്നത്. ഇതിപ്പോ സ്റ്റെപ്പ് ആയിട്ടാണ് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വ്യൂ എടുത്തിട്ട് കാണിക്കുന്നതാണ്. പ്രത്യേക വ്യൂ തന്നെയാണ്. അതിന്റെ ഇടയ്ക്ക് അവിടെ ഒരു റെയിൽ പാളമുണ്ട്. അതും കൂടെ ട്രെയിൻ പോണ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. അതിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്കത് ഈ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റില്ല. ഇതൊരു ചെറിയൊരു ബിംബം വെച്ചിട്ടൊരു പൂജ. അതുപോലെ തന്നെ ഇവിടെ സ്വയംഭൂവായ ശിവപ്രതിഷ്ഠയുണ്ട്. ആദ്യം ശിവൻ വന്നിരുന്നത്. ഇത് വേറെ ക്ഷേത്രം തന്നെ അവിടെ ഒരു പ്രതിഷ്ഠ ഉള്ളത്. ആ മേൽക്കൂരയുള്ളൊരു, അത് പിന്നീടുണ്ടായി. ഒരു ഗുഹാക്ഷേത്രമാണ് ശരിക്കും. ഗുഹയിലാണ് ശിവഭഗവാൻ ആദ്യമായിട്ട് വന്നിരുന്നതും. ഒരു സ്ത്രീ അവിടെ പുല്ലരിയാൻ നോക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ ഗുഹയിൽ ചെന്ന്, അന്ന് കാലത്ത് ക്ഷേത്രമൊന്നും ഉണ്ടായിരുന്നില്ല, ഗുഹയിൽ ചെന്ന് നിന്നിട്ട് എന്തായാലും വിശ്രമിക്കുന്ന നേരത്ത് പോകുന്ന സമയത്ത് ആ അരിവാൾ കൊണ്ടൊന്ന് ഒരു പാറ മറിച്ച് രക്തം വന്നു. അങ്ങനെ എല്ലാവരും വിളിച്ചുണർത്തി വിളിച്ച്
ഈ ശിവന്റെ മൂക്ക് മുറിയേ മൂക്കുമുറി ഉണ്ടായിട്ടുണ്ട്. അതാണ് ഐതിഹ്യം പറയുന്നത്. ഈ അമ്പലത്തിലാണ് അമ്പലം. ഇവിടെയാണ് ശിവഭഗവാൻ ആദ്യമായി വന്നിരുന്നത്. പിന്നീടാണ് താഴത്ത് അമ്പലമൊക്കെ പണിത് അവിടേക്ക് പ്രതിഷ്ഠ മാറ്റി. ഇതിന്റെ ബാക്കിലുള്ളൊരു കൃഷ്ണ തോന്നുന്നല്ലേ ഇത് അത് പിന്നീട് ഇത് കൊണ്ടുപോയി ശരിക്കും ശിവഭഗവാന്റെ അല്ല, അതിനോട് ചേർന്ന് പിന്നീട് അവിടെ വലിയ ഒരു ആരുണ്ട്, അത് പിന്നീട് വെച്ചുള്ള. ഞാനും ഭാര്യയും പോണ കാലത്ത് ഇതൊന്നും ഇല്ല കേട്ടോ. വെറുതെ ഈ മേൽക്കൂരുണ്ടായിരുന്നില്ല. ഭഗവാന്റെ ഒരു പ്രതിഷ്ഠ മാത്രമല്ലോ. ചുറ്റും നിറച്ച് പാറകളാണ്. ഇങ്ങനെ ഇതിന്റെ ബാക്കിൽ കാടും ഉണ്ട്. ഇത് പ്രത്യേക ഏകദേശം ഈ പാറകൾ തന്നെ 10 ഏക്കറുകളുണ്ട്. ഈ ഭൂമി ഏകദേശം 100 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്നു പറഞ്ഞു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് നമുക്ക് വേണം വളർത്താം. ഇത് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം, ഇതിന്റെ പരിസരം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും പുരാവസ്തുവിന്റെ നമുക്ക് അനുമതി വേണം. പിന്നെ നമ്മൾ കേറിയോടത്തൂടെ എല്ലാം ഇറങ്ങിയത്, അത് കാരണം നമുക്ക് ഒരു മിനുസപ്പെട്ട പോലത്തെ ഒരു സ്ഥലമാണ്. കേറിയോടത്തൂടെ ഇറങ്ങുമ്പോൾ ആ താഴോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് താഴേക്ക് എത്തും ഉരുളിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ അത് ഇറങ്ങിയത് തിരിച്ചിറങ്ങുന്നത് വേറെ സ്ഥലത്തൂടെയാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നേരെ ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുമ്പോഴാണ് വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള അകമല ശാസ്താവിൻ്റെ ക്ഷേത്രം. പോരുമ്പോൾ നിങ്ങൾ അവിടെ കയറി തൊഴുത്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക കാഴ്ച കണ്ടത്, നീലാഞ്ജനം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു പുറത്ത് വെച്ചിട്ടുണ്ടാവും, നീളത്തിലൊരു തട്ടുണ്ടാക്കിയിട്ട്. അതിൽ അരി കഴിക്കാനും പിന്നെ നാളികേരം കഴിക്കാനും ഇവരൊക്കെ ഉറങ്ങാൻ വന്ന് അത് കുറേ എത്ര ആൾക്കാരല്ല, അവർക്ക് പേടിയില്ല കേട്ടോ. അവർക്കൊരു പേടിയില്ല. അപ്പം നമ്മൾ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ട്രെയിൻ പോണ ശബ്ദം കേട്ടത്. അപ്പോൾ ഇതിൻ്റെ മുന്നും കൂടെ, അമ്പലത്തിൻ്റെ മുന്നും കൂടെ തന്നെയാണ് ട്രെയിൻ പാളം പോണത്. നല്ലൊരു സീനാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. പിന്നീട് നമ്മൾ ഉത്രാളിക്കാവ് കണ്ടില്ല. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് 500 സബ്സ്ക്രൈബേഴ്സായി. 500 സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹകരിച്ച എല്ലാവർക്കും നന്ദി. മുന്നോട്ടും ഈ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.